ആരും എന്റെ ലോക്കറിൽ കയറില്ലെന്ന് ഞാൻ കരുതുന്നു. വിചിത്രം. ഇതെന്താണെന്ന് എനിക്ക് അത്ഭുതമുണ്ട്. നമുക്ക് നോക്കാം. പോകാം. ഒരു സേഫോ? അതെ, ഒന്നല്ല 3 എണ്ണമുണ്ട്. ഉള്ളിൽ എന്താണെന്ന് എത്രയും വേഗം നോക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു. ഇല്ല, നിൽക്കൂ. എന്തോ തിളങ്ങുന്നുണ്ട്. ഇല്ല, നിൽക്കൂ. പെൺകുട്ടികളെ, നിങ്ങൾ ഞങ്ങളെ ഒരു ചലഞ്ചിലേക്ക് വലിച്ചിഴച്ചു. അതുകൊണ്ട് എന്റെ സേഫ് ആദ്യം തുറക്കുന്നത് ഞാനാണ്. എന്ത് കൊള്ളാം. എനിക്കൊരു സ്നിക്കേഴ്സ് മിൽക്ക് ഷേക്ക് കിട്ടി. പക്ഷേ ഞാനിതെങ്ങനെ കുടിക്കും? തമാശ പറയുകയാണോ? നീ മൂടി തുറന്നാൽ മാത്രം മതി. എന്തുകൊണ്ടാണ് എനിക്കിത് സ്വയം തോന്നാതിരുന്നത്? എനിക്കൊന്ന് കുടിച്ചു നോക്കാമോ? തീർച്ചയായും ഇല്ല. ഇത് എന്റെ ഷേക്കാണ്, അതിനാൽ ഞാനിത് കുടിക്കാൻ പോകുന്നു. കൂടാതെ ഇത് വളരെ രുചികരമാണ്. ഇത്രയും രുചികരമായ ഒന്ന് ഞാൻ തന്നെ കുടിക്കണം. അത്യാഗ്രഹി. ഇപ്പോൾ ഞാൻ നിനക്ക് സ്വാദിഷ്ടമായ ഒന്ന് കാണിച്ചു തരാം. കോക്ടെയിൽ അത്രയും രുചികരമാണെങ്കിൽ അത് നിന്റെ മുഖത്ത് മുഴുവൻ ഒഴിക്കട്ടെ. നീ എന്താണ് ചെയ്തത്? ഇത് തീർന്നു. ഇതിനർത്ഥം എനിക്കിപ്പോൾ കുടിക്കാനൊന്നുമില്ല എന്നാണ്. ഇത് നീതിയല്ല. സേഫ് തുറക്കാനുള്ള എന്റെ ഊഴമാണ്. മീനോ? എന്തുകൊണ്ടാണ് ഒരാൾക്ക് കോക്ടെയിൽ ലഭിച്ചപ്പോൾ എനിക്ക് മീൻ ലഭിച്ചത്? ഇത് വളരെ അറപ്പുളവാക്കുന്നതും ദുർഗന്ധം വമിക്കുന്നതുമാണ്. ഇത് ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക. മുറി മുഴുവൻ നാറുന്നതിന് മുൻപ് ഇത് വേഗം തിന്നു. ഞാൻ ഛർദിച്ചാൽ അത് നിന്റെ തെറ്റാണ്. ഓ, എത്ര അറപ്പുളവാക്കുന്നു. ഇല്ല, എനിക്ക് ഈ മീൻ മുഴുവൻ തിന്നാൻ കഴിയില്ല. പക്ഷെ നിനക്ക് തിന്നേണ്ടി വരും. ശരി. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഛർദിക്കാൻ വരുന്നു. ഇത് അറപ്പുളവാക്കുന്നു. നീ എന്തിനാണ് എന്നെ കൊണ്ട് ഇത് കഴിപ്പിച്ചത്? ഈ ഭീകരതയിൽ നിന്ന് മാറ്റൂ. നീ എന്തിനാണ് ചിരിക്കുന്നത്? നിന്റെ സേഫ് വേഗം തുറക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ യോജിക്കുന്നു. സമയമായി. അത്രയേ ഉള്ളൂ? ഒരു സ്കിറ്റിൽസ് മിഠായിയോ? അതുകൊണ്ട് ഇത് വളരെ രുചികരമായിരിക്കണം. സാധാരണ മിഠായി വിചിത്രം തന്നെ. വാവ്, നിനക്കെന്താണ് സംഭവിക്കുന്നത്? പെൺകുട്ടികളെ, എനിക്ക് സ്കിറ്റിൽസ് ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു. കുട്ടിക്കാലത്ത് എനിക്ക് അസുഖം വന്നപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് സ്വപ്നം കാണുകയായിരുന്നു. കൊള്ളാം. ഇപ്പോൾ എന്റെ മേൽ അനന്തമായ മിഠായികളുണ്ട്. എനിക്കൊന്ന് കഴിച്ചു നോക്കാമോ? തീർച്ചയായും. രുചികരം. കേറ്റ്, നിനക്കൊന്ന് വേണോ? ഇല്ല, ഇത് അറപ്പുളവാക്കുന്നു. കൊള്ളാം. ഇത് മാത്രമാണ് ശരിക്കും കൊള്ളാവുന്ന ഒരേ ഒരു രോഗം. കേറ്റ്, നിനക്കൊന്ന് കഴിച്ചു നോക്കാമോ? ഇല്ല, എന്ത് വൃത്തികേടാണ്. ശരി, 2ാം റൗണ്ടിൽ ഞാൻ ആദ്യത്തെ സേഫ് തുറക്കും. എന്തൊരു അത്ഭുതം. എനിക്ക് ഇതുവരെ ഇത്രയധികം പോപ്പിറ്റ്സ് ലഭിച്ചിട്ടില്ല. അതും അത്ര അസാധാരണമായത്. അവ ഗമ്മികളാണ്. പെൺകുട്ടികളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അവ രുചികരമാണോ? തീർച്ചയായും. അവ വിശ്വസിക്കാൻ കഴിയാത്ത വിധം രുചികരമാണ്. എനിക്ക് ഓരോ പോപ്പിറ്റും എത്രയും വേഗം തിന്നണം. ഓ അതെ, അവയൊന്ന് നോക്കൂ. അതെ, ഇത് വേഗം വിഴുങ്ങാൻ തോന്നുന്നു. കേറ്റിന്റെ ബാക്കിയുള്ള പോപ്പിറ്റിൽ നിന്ന് നമ്മൾ ഒരു കടിയെങ്കിലും എടുത്താൽ അവൾക്ക് വിഷമമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഹേയ്, ഇല്ല, എനിക്ക് വിഷമമാകും. അത് തൊടുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. ഇതെല്ലാം എന്റേതാണ്. ശരി, എനിക്ക് എന്താണ് ഉള്ളതെന്ന് ഞാൻ നോക്കാം. എനിക്കത് അറിയേണ്ടതില്ലായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിലെ മറ്റാരെക്കാളും കൂടുതൽ എനിക്ക് പുഴുക്കളെ പേടിയാണ്. എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? നിന്നെയോ? എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ദയവായി ഈ ഭീകരത എന്നിൽ നിന്ന് മാറ്റൂ. കൃത്യമായി. ഒരു മികച്ച ആശയമുണ്ട്. ഒരു ചെറിയ വാക്വം ക്ലീനർ കേറ്റിനെ രക്ഷിക്കും. ഓ, ദൈവത്തിന് നന്ദി. ഓ ഇല്ല, ഒരു പുഴുവിനെ മാറ്റിയിട്ടില്ല. എവിടെ? ഏതാണ്? ചുണ്ടിന് തൊട്ടുമുകളിൽ. ഓ, എനിക്ക് ശരിക്കും ഒരെണ്ണം വിട്ടുപോയി. പക്ഷെ കുഴപ്പമില്ല. കേറ്റ്, വാക്വം ക്ലീനർ വിടൂ. അതിനെ ഉമ്മയ്ക്കുന്നത് നിർത്തൂ. എന്റെ ജോലി കഴിഞ്ഞു. ഞാൻ എത്ര നല്ലവനാണ്. വൗ കേറ്റ്, നീ നിന്റെ ചുണ്ടുകൾ കാണണം. നീ ഇപ്പോൾ ഒരു തവളയെ പോലെ ഉണ്ട്.
മറ്റുള്ളവരുടെ പ്രശ്നം കണ്ട് ചിരിക്കുന്നത് നല്ലതല്ല. ഇതിനായി നിനക്ക് പുഴുക്കളെ തിന്നു തീർക്കേണ്ടി വരും. നീ എന്താണ് ചെയ്തത്? എന്തൊരു ഭീകരത! അറപ്പുളവാക്കുന്നത്. അവയെ ദൂരെ മാറ്റൂ. ഓ അതെ, സേഫിൽ എന്നെ കാത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാനൊന്ന് നോക്കാം. വാവ്, ഇവിടെ ഏതോ ഒരു മാന്ത്രിക മരുന്നുണ്ട്. ഇത് എന്നെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പെൺകുട്ടിയാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തൊരു വിചിത്രമായ അനുഭവം. ഓ, എനിക്കെന്താണ് സംഭവിക്കുന്നത്? ദയവായി എന്നെ സഹായിക്കൂ. ഓ, ഞാൻ വളരെ ചെറുതാണ്. ദയവായി എന്നെ മുകളിലേക്ക് വലിക്കൂ. എന്ത് ക്യൂട്ടാണ്. എനിക്ക് ഈ കുഞ്ഞിനെ ഒന്ന് തലോടാൻ തോന്നുന്നു. ഓ ഓ വാവ്. ഇപ്പോൾ ഞാൻ ഭൂമിയിലെ ഏറ്റവും ചെറിയ പെൺകുട്ടിയാണ്. ഇതിന് അതിന്റെ ഗുണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ പോപ്പിറ്റ് കേറ്റ് ഒരു ജമൽ ട്രാംപോളിനാണ്. ഓ, അവൾ വളരെ ക്യൂട്ടാണ്. എനിക്ക് അവളെ ഒന്ന് തൊടാൻ തോന്നുന്നു. അമ്മേ, വേദനിക്കുന്നു. നീ എന്റെ വിരലിനോട് എന്താണ് ചെയ്തതെന്ന് നോക്കൂ. അവൾ ഇതിന് വില നൽകേണ്ടി വരും. അത്ര തന്നെ. കേറ്റ്, ഒരു ചെറിയ പെൺകുട്ടി പുഴുവുമായി പോരാടുന്നത് കാണാൻ നിനക്കും താല്പര്യമുണ്ട് അല്ലേ? ഇത് വളരെ ആവേശകരമാണെന്ന് ഞാൻ കരുതുന്നു. വരൂ വരൂ ജൂലി, ഞങ്ങൾക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. അവൾ അതിജീവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, അതിനെ പിടിക്കൂ. അതിനെ പിടിക്കൂ. അതെ അതെ അതെ. ഏറ്റവും മികച്ചവളായ ജൂലി വീണ്ടും വിജയിച്ചു. ജൂലി, അഭിനന്ദനങ്ങൾ. ഇത് വളരെ മികച്ചതായിരുന്നു. പെൺകുട്ടികളെ, ഇതെല്ലാം നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ്. ഇത്തവണ എന്നെ കാത്തിരിക്കുന്നത് എന്താണ്? ഓ ഇല്ല, എനിക്ക് തീർച്ചയായും പച്ചമാംസം കഴിക്കണം. പെൺകുട്ടികളെ, എന്നോട് ക്ഷമിക്കണം, പക്ഷെ ഇത് വളരെ കൂടുതലാണ്. നിങ്ങൾക്കായി ഒരു പ്ലേറ്റ് ഉണ്ട്. നന്നായി കഴിക്കൂ. നീ വളരെ മോശക്കാരിയാണ്. ഇത് മാംസമല്ല, യഥാർത്ഥ റബ്ബറാണ്. ഇത് കടിക്കാൻ പോലും കഴിയില്ല. അത്ര തന്നെ, എനിക്ക് മതിയായി. ഒരു കത്തിയും ഫോർക്കും നിന്നെ സഹായിക്കും. അതിനാൽ ഇത് കഴിക്കൂ. ഓ, എനിക്ക് അല്പം കൂടിപ്പോയെന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്കൊരു പ്ലേറ്റ് പോലും കഴിക്കാൻ കഴിയില്ല. ശരി, ആളുകൾ എന്നെ വറുക്കാൻ ഒരു കാരണം കൊണ്ടാണ് ആലോചിച്ചത്. ഇത് പച്ചയായി കഴിക്കുന്നത് അസാധ്യമാണ്. ഒരു കഷണം കഴിക്കുമ്പോൾ തന്നെ എനിക്ക് അസുഖം വരുന്നു. എനിക്കിനി കൊള്ളില്ല. ജൂലി, നീ നിന്റെ സേഫ് തുറക്കുന്നതാണ് നല്ലത്. ശരി, നമുക്ക് നോക്കാം. ഈ നിഗൂഢമായ മാന്ത്രിക വടി ഇവിടെ എന്നെ കാത്തിരിക്കുകയാണ്. വാവ്, ഇതിന് എന്ത് മന്ത്രമാണ് ചെയ്യാൻ കഴിയുന്ന എനിക്ക് അത്ഭുതമുണ്ട്. ആ വടി എന്താണ് ചെയ്യുന്നത് എനിക്ക് എങ്ങനെ കണ്ടെത്താനാകും? നീ അത് തിരിക്കുക മാത്രം ചെയ്താൽ മതി. എന്നെ കടിക്കുകയാണ്. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. നീ എന്നെ ഏതാണ്ട് പൊള്ളിച്ചു. നീ എന്താണ് ചെയ്തതെന്ന് നോക്കൂ. മറ്റുള്ളവരുടെ സാധനങ്ങൾ കത്തിക്കുന്നതിൽ നിനക്ക് നാണമില്ലേ? ഇത് വടി മാത്രമാണ് ചെയ്തത്, ഞാനല്ല. ഓ, ഇത് എന്നെ ഉപദ്രവിക്കാൻ പോലും തയ്യാറാണ്. നമ്മളെല്ലാവരും കരിഞ്ഞു പോകുന്നതിന് മുൻപ് ഇത് മേശപ്പുറത്ത് വെക്കാം. കേറ്റ്, നീ സേഫ് തുറക്കാനുള്ള സമയമായി. അത് ഉറപ്പാണ്. ഉള്ളിൽ എന്താണെന്ന് അറിയാൻ എനിക്ക് കാത്തിരിക്കാനാവില്ല. ഉള്ളിൽ ഒരു സ്വാദിഷ്ടമായ സാധനമുണ്ട്. നമുക്ക് ഈ സ്വാദിഷ്ടമായ ഐസ്ക്രീം കഴിച്ചു നോക്കാം. കൈകൾ മാറ്റൂ. എനിക്കൊരു ബക്കറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ. ഇവിടെ അധികം ഐസ്ക്രീം ഇല്ല താനും. അതിനാൽ ഇത് എന്റേതാണ്. ഇങ്ങനെ ഒരു സ്പൂൺ ഭക്ഷണത്തിന് അനുയോജ്യമല്ല. വലുത് എന്തെങ്കിലും വേണം. ഇനി നമുക്ക് തുടങ്ങാം. ചൂടുള്ള വേനൽക്കാലത്ത് ഐസ്ക്രീമിനേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല. ഞങ്ങളെ ഇതൊന്ന് നക്കാനെങ്കിലും അനുവദിക്കൂ. ഇല്ല, നിങ്ങളുടെ നാവുകൾ വായിലേക്ക് തന്നെ തിരികെ വെക്കൂ, അത്യാഗ്രഹികൾ. കേറ്റ്, നിനക്ക് എന്ത് പറ്റി? അവൾ അല്പം കടുപ്പമുള്ളവളാണ്. അതെ, അവളെ പൂർണ്ണമായ തണുപ്പിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയാം. വടി സഹായിക്കും. പെൺകുട്ടികളെ, വളരെ നന്ദി. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേക്കുമായി തണുത്തുറഞ്ഞു പോയേനെ. ഇപ്പോൾ ഞാൻ വെറുതെ കത്തുകയാണ്. നിർത്തൂ. ബാക്കിയുള്ള മാംസം പാകം ചെയ്യാനുള്ള മികച്ച അവസരമാണിത്. പച്ചയായ അഴുക്കിന് പകരം ഞാനൊരു സ്വാദിഷ്ടമായ കബാബ് കഴിക്കും. എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കേട്ട്, നിന്റെ കത്തുന്ന തൊപ്പി എന്നെ രക്ഷിച്ചു. രുചികരം. ഞാൻ ശരിക്കും സ്വാദിഷ്ടമായ മാംസം പാകം ചെയ്തു. പിന്നെ നന്ദി കേട്ട്. ഇത്തവണ എന്നെ കാത്തിരിക്കുന്നത് എന്താണെന്ന് കണ്ടെത്താനുള്ള സമയമായി. വാവ്,
നുട്ടെല്ല എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഞാനൊരു അപവാദമല്ല. ഹേയ്, നീ എന്താണ് ചെയ്തതെന്ന് നോക്കൂ. കുഴപ്പമില്ല, ഞാനിപ്പോൾ അത് ശരിയാക്കാം. ഓ, വേദനിക്കുന്നു. അടപ്പുകൾ പരത്തുന്നത് നിർത്തൂ. ഞാൻ ഇനി അത് ചെയ്യില്ല. ഇപ്പോൾ ഞാൻ സ്വാദിഷ്ടമായ നുട്ടെല്ല മാത്രമേ കഴിക്കൂ. ജൂലി, നിനക്ക് ചോക്ലേറ്റ് പേസ്റ്റിനെ കുറിച്ച് സ്വപ്നം കാണാൻ പോലും കഴിയില്ല. എനിക്കത് കഴിച്ചു നോക്കാൻ കഴിഞ്ഞു. എല്ലാവരും എത്ര അത്യാഗ്രഹികളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എനിക്കും ഒരു തുള്ളി പോലും കിട്ടിയില്ല. വളരെ നല്ലത്. ഓ പെൺകുട്ടികളെ, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്റെ കൈ ഭരണിക്കുള്ളിൽ കുടുങ്ങി. ഇത് പുറത്തെടുക്കാൻ എന്നെ സഹായിക്കൂ. ഒരു സുഹൃത്തിനു വേണ്ടി നീ എന്താണ് ചെയ്യാത്തത്? നമ്മൾ വളരെ അത്യാഗ്രഹിയാണെങ്കിൽ പോലും. അനങ്ങൂ, വേഗം. ഇനി കുറച്ചുകൂടി മാത്രം ബാക്കി. അവസാനം. ഓ, ഭരണിക്കുള്ളിൽ കുറച്ച് പേസ്റ്റ് കൂടി ബാക്കിയുണ്ട്, പ്രത്യേകിച്ച് നമുക്കായി. നിങ്ങളുടെ സഹായത്തിന് വളരെ നന്ദി. കയ്യിൽ ഭരണിയുമായി എനിക്ക് പോകേണ്ടി വരുമെന്നാണ് ഞാൻ കരുതിയത്. ഓ, കുറച്ചുകൂടി ഉണ്ട്. കേട്ട്, സേഫ് തുറക്കാനുള്ള നിന്റെ ഊഴമാണ്. നല്ല മണമല്ല വരുന്നത്. ഓ ഇല്ല, വളരെ മോശവും ദുർഗന്ധം വമിക്കുന്നതുമായ ഒരു ചീസ് കഷ്ണമുള്ളിൽ എന്നെ കാത്തിരിക്കുന്നു. പെൺകുട്ടികളെ, ഇത് എന്റെ ശക്തിക്ക് അപ്പുറമാണ്. ജൂലിയും ഞാനും നിന്നെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും നിന്റെ വായിൽ ചീസ് വെക്കാൻ ഞങ്ങൾ നിന്നെ സഹായിക്കും. എനിക്കത് അനുഭവപ്പെടുന്നുണ്ട്. പെൺകുട്ടികളെ, ഇത് വളരെ അറപ്പുളവാക്കുന്നതായിരുന്നു. ഞാൻ ഏതാണ്ട് ഛർദിച്ചു. ജൂലി, നിന്റെ സേഫിൽ എന്താണുള്ളത്? അറിയാൻ എനിക്കും വളരെ താല്പര്യമുണ്ട്. ഓ, ഞങ്ങൾ ഒടുവിൽ സ്വതന്ത്രരായി. ബാരഡേ എപ്പോഴും രസകരവും താല്പര്യമുണർത്തുന്നതുമാണ്. അതിനാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.